നമസ്കാരം. മ്യൂസിക്കിലെ യുവേഴ്സ് ലേഖാജിയുടെ മറ്റൊരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകളെല്ലാം തന്നെ ഏവർക്കും ഹൃദ്യമായി എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷം. നിങ്ങളുടെ അഭിപ്രായങ്ങളിലും നിർദ്ദേശങ്ങളിൽ നിന്നും ഞങ്ങൾ തിരിച്ചറിയുന്നു. എല്ലാത്തിനും ഈ ഒരു അവസരത്തിൽ ഹൃദയത്തിന്റെ ഭാഷയിലെ നന്ദി. ഇന്ന് നമ്മളോടൊപ്പമുള്ള പാട്ടുകാരൻ അബുദാബിയിൽ നിന്നും മുജീബാണ്. അബുദാബിക്കാരന്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം, ഒപ്പം നല്ല ഒരു പാട്ടിലേക്കും കിടക്കാം. സോ മുജീബ്, വെൽക്കം ടു ദി ഷോ. അബുദാബിയിലാണ് അല്ലെ? എത്ര വർഷമായി അബുദാബിയിലെ? ഞാൻ അബുദാബിയില് 5 വർഷമായി. അബുദാബി പോലീസില് IT ഡിപ്പാർട്ട്മെന്റിലാണ്. പോലീസിലാണോ? അതെ. ഓക്കെ. അപ്പൊ ഈ 5 വർഷത്തിനിടയിൽ എങ്ങനെയൊക്കെയാണ് മുജീബിന് ഈ പാട്ടുമായിട്ട് അങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്? ലൈക്ക് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടോ? സ്റ്റേജുകൾ കിട്ടിയിട്ടുണ്ടോ? ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. കാരണം എനിക്ക് ഡ്യൂട്ടി ഉച്ചവരാണ്. അപ്പോ പിന്നെ ഉച്ചയ്ക്ക് ശേഷം പിന്നെ ഓഫ് ഡേ ഉണ്ട്, ഫ്രൈഡേ, സാറ്റർഡേ. പിന്നെ ആ സമയത്തൊക്കെ പ്രോഗ്രാമിനൊക്കെ അറ്റൻഡ് ചെയ്യാറുണ്ട്. ഉച്ചവരെ ഡ്യൂട്ടി ആയതുകൊണ്ട് തന്നെ വൈകുന്നേരങ്ങളിൽ നല്ല സമയങ്ങളൊക്കെ പ്രാക്ടീസിനും ഒപ്പം വീക്കെൻഡ്സിലുള്ള പ്രോഗ്രാമിനും. മുജീബിന് ഇവിടെ എങ്ങനെയാണ് ഒരു സപ്പോർട്ട്? ലൈക്ക് ഫ്രണ്ട്സിൽ നിന്നാണോ ഒരു സപ്പോർട്ട്, അതോ ഫാൻസ് ഒക്കെ ഉണ്ടോ മുജീബിന്? പിന്നെ ഫ്രണ്ട്സ് ആണ് കൂടുതൽ. എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ അവരൊക്കെ നല്ല സപ്പോർട്ട് ഉണ്ട്. എന്റെ വീട്ടിലാണെങ്കിലും പിന്നെ ഇവിടെ അബുദാബിയിലാണെങ്കിലും ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അവരൊക്കെ നല്ല സപ്പോർട്ട് ചെയ്യും. ഓക്കെ. അബുദാബിയിലെ പോലീസുകാരുമായിട്ടൊക്കെ എങ്ങനെയാണ്? അവർക്കൊക്കെ അറിയാമോ മുജീബ് പാടുമെന്നുള്ള കാര്യം? എന്റെ സെക്ഷനിലുള്ള കുറച്ച് ആൾക്കാർക്ക് അറിയാം. മുജീബ് ഏത് ടൈപ്പ് ഓഫ് സോങ്സുകളാണ് കൂടുതൽ പാടുന്നത്? ഞാൻ കൂടുതൽ പാടുന്നത് പിന്നെ മാപ്പിള പാട്ടാണ്. പിന്നെ അതേപോലെ തന്നെ ഈയിടായിട്ട് കുറച്ച് കാലമായി ഹിന്ദി സോങ് ഒക്കെ പാടാറുണ്ട്. ഓക്കെ. ഇപ്പൊ മാപ്പിള പാട്ടും ഹിന്ദി സോങ് ആണ് കൂടുതൽ ഇപ്പൊ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകരുടെ ഒരു പ്രത്യേക അഭിപ്രായം മാനിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ എപ്പിസോഡുകളിൽ മാപ്പിള പാട്ടും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ അപ്പൊ അതുകൊണ്ട് എന്തുകൊണ്ടും ഇന്നത്തെ എപ്പിസോഡില് മുജീബിനെ നമുക്ക് കിട്ടിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ലൈക്ക് ഒരു നല്ല മാപ്പിള പാട്ടാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അധികം ദീർഘിപ്പിക്കുന്നില്ല. മുജീബെ, നമുക്ക് ആ മാപ്പിള പാട്ടിലേക്ക് പോകാം അല്ലെ? ഏതാണീ ശോകത്തി കമറിനുളിരാജാത്തി എങ്ങെന്നു വന്നെങ്ങോ നീ ബദിറൊളിയേ ചെന്നാത്തിൻ കതിരൊളിയേ. ഏതാണീ ശോകത്തി കമറിനുളിരാജാത്തി എങ്ങെന്നു വന്നെങ്ങോ നീ ബദിറൊളിയേ ചെന്നാത്തിൻ കതിരൊളിയേ. ഏതാണീ ശോകത്തി കമറിനുളിരാജാത്തി എങ്ങെന്നു വന്നെങ്ങോ നീ ബദിറൊളിയേ ചെന്നാത്തിൻ കതിരൊളിയേ.
ഷൗക്കത്തി കമറിനുള്ളി രാജാത്തി എങ്ങെന്നു വന്നെങ്ങോ നീ ബദറൊളിയേ ജന്നാത്തിൻ കതിരൊളിയേ നാളുകളേറെ കാത്തിരുന്ന മുഖമല്ലേ നീ തന്നെയാണ് ഞാൻ തേടിയ എൻ്റെ ഹാജത്ത് നാളുകളേറെ കാത്തിരുന്ന മുഖമല്ലേ നീ തന്നെയാണ് ഞാൻ തേടിയ എൻ്റെ ഹാജത്ത് പിരിശപ്പൂവായോനെ പിരിയില്ലതിന്നെ ഞാൻ ഇനിയൊരു നാട്ടിലേക്കും പറക്കില്ല ഞാൻ നീ കൂട്ടിനില്ലാതെ ഏതാണീ ഷൗക്കത്തി കമറിനുള്ളി രാജാത്തി എങ്ങെന്നു വന്നെങ്ങോ നീ ബദിറൊളിയേ ജന്നാത്തിൻ കതിരൊളിയേ കരളായോനേ എന്റെ ഷൗക്കേറും നാട്ടിലെ കഥകളൊരായിരം പറയുവാനുണ്ടേ യാ മെഹബൂബേ. കാസർഗോഡ് നിന്ന് നമ്മുടെ ഇടയിലേക്ക് ഒരു പ്രവാസിയായി മാറിയ പ്രിയപ്പെട്ട മുജീബിന് എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും നമ്മൾ പ്രേക്ഷകരിൽ നിന്നും ഉണ്ടാകുമെന്ന ഒരു ശുഭപ്രതീക്ഷയിലാണ് ഇന്ന് ഞങ്ങൾ പാടിയ മാപ്പിളപ്പാട്ട് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്നും വിശ്വസിക്കുന്നു. മുജീബ്, എന്താണ് ഈ ഒരു അവസരത്തിൽ പ്രേക്ഷകരോട് ഒരുപാട് പേരോട് നന്ദി പറയാനൊക്കെ ഉണ്ടാവില്ലേ മുജീബിന്? തീർച്ചയായിട്ടും നന്ദി പറയാനുണ്ട്. ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, പിന്നെ അബുദാബിയിലും ദുബായിലൊക്കെ ആയിട്ട്, പിന്നെ നാട്ടിലും ഒരുപാട് ഫ്രണ്ട്സ് നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ മലപ്പുറക്കാരും ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. ആരും പിണങ്ങണ്ട. ആരും പിണങ്ങണ്ട. പിന്നെ അതേപോലെ തന്നെ അബുദാബിയിൽ വന്നതിന് ശേഷം എനിക്ക് അറിയാവുന്ന ഒരു ആള്, എനിക്ക് ആദ്യമായിട്ടാണ്, കാരണം ഞങ്ങളുടെ നാട്ടുകാരൻ തന്നെ, പിന്നെ അസീസ് പെർമുദ പറയുന്ന ഒരാള്. അപ്പൊ ആള് എനിക്ക് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം അയാൾക്ക് സ്റ്റുഡിയോ ഒക്കെ ഉണ്ട് അബുദാബിയിൽ. അസീസ് കാക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുന്നു. മുജീബ്, എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് തോന്നുന്നല്ലേ ഇങ്ങനെ ഒരു പ്രോഗ്രാം? അതെ, കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. പിന്നെ റെക്കോർഡിംഗ് ഒക്കെ ചെയ്തിരുന്നു. ഇങ്ങനൊരു ഇന്റർവ്യൂ ഒക്കെ ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ആദ്യമായി കിട്ടിയ ഈ ഒരു പ്ലാറ്റ്ഫോം തീർച്ചയായിട്ടും മുജീബിന് എന്തുകൊണ്ടും ഒരു നല്ല പ്ലാറ്റ്ഫോം ആയിട്ട് മാറട്ടെ. ഇനിയും ഒരുപാട് അവസരങ്ങളാണ് മുജീബിനെ കാത്തിരിക്കുന്നത്. എല്ലാം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇനിയും ഒരുപാട് പാട്ടുകൾ പാടാനുള്ള അവസരം കിട്ടട്ടെ. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് തൽക്കാലത്തേക്ക് ഈ എപ്പിസോഡിൽ നിന്നും ഞങ്ങൾ വിടവാങ്ങുന്നു. അടുത്ത ആഴ്ച മറ്റൊരു നല്ല പ്രതിഭയുമായി കണ്ടുമുട്ടാം. അതുവരേക്കും ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.